അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇത് ഹിന്ദു എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ UNFCCയുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം COP26 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആണ്. COP26 എന്ന് പറയുന്ന കോൺഫറൻസ് അത് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് ഒക്ടോബർ 31 മുതൽ 12 നവംബർ 2021 വരെയാണ് UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP26 നടക്കാൻ പോകുന്നത്. അത് ഗ്ലാസ്കോ UK ഗ്ലാസ്കോയിലെ സ്കോട്ടിഷ് ഈവൻറ്റ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് UN ക്ലൈമറ്റ് കോൺഫറൻസ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫറൻസിൻ്റെ ഒരു സക്സസ് എന്തായിരിക്കുമെന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഉന്നതതല യോഗങ്ങളൊക്കെ നിരവധി തവണ ഉണ്ടായിട്ട് പോലും നമ്മുടെ പാരീസ് അഗ്രിമെൻറ്റ് വർക്ക് പ്രോഗ്രാം അതിൻ്റെ ഏറ്റവും വലിയ ഒരു സാങ്കേതികവുമായ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളിലൊന്നായിട്ട് ഈ കാർബൺ മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ പലതരത്തിൽ പാരീസ് അഗ്രിമെൻറ്റ് വർക്ക് പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു കാർബൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വിഷയം പലതരത്തിലുള്ള യോഗങ്ങളും പലതരത്തിലുള്ള ഡിസ്കഷനുകളും ഒക്കെ ഉണ്ടായിട്ടും ഏറ്റവും വലിയൊരു സാങ്കേതികപരമായിട്ടും ഏറ്റവും വലിയൊരു വിവാദപരമായിട്ടുള്ള ഒരു പരിഹരിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഒരു കാർബൺ മാർക്കറ്റ് നിലവിൽ ഉള്ളത്. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും അത് പരിഹരിച്ചിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കും ഈ പ്രാവശ്യത്തെ COP26ൻ്റെ ഒരു വിജയം എന്നതാണ് പറയുന്നത്. ഇനി കാർബൺ മാർക്കറ്റ് കൗണ്ടർമെറ്റ് COP26 നമുക്കെല്ലാവർക്കും അറിയാം. പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 6 അത് പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് ഒരു നയതന്ത്ര ഉടമ്പടിയുടെ ഒരു കളിയാണ്. ഒരു ഡിപ്ലോമാറ്റിക് അഗ്രിമെൻറ്റ്, ഗെയിം ഓഫ് ഡിപ്ലോമാറ്റിക് അഗ്രിമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു നയതന്ത്ര ഉടമ്പടിയുടെ ഒരു കളിയായിട്ടാണ് നമ്മൾ പാരീസ് അഗ്രിമെൻറ്റിലെ ആർട്ടിക്കിൾ 6 നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ദേശീയമായിട്ട് നിർണയിച്ച സംഭാവനകൾ ദേശീയമായിട്ട് രാജ്യങ്ങൾ നിർണയിച്ച സംഭാവനകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര കാർബൺ മാർക്കറ്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥകളാണ് ഈ ആർട്ടിക്കിൾ 6 അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 6 അവതരിപ്പിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളെ NDC നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ മാർക്കറ്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഈ ആർട്ടിക്കിൾ 6 അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ എന്താണ് ഒരു സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വികസ്വര രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ, ചൈന, ബ്രസീൽ ഒക്കെ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിലൂടെ നല്ല ഒരു നേട്ടം തന്നെ കൈവരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഈ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിലൂടെ 1703 പ്രോജക്റ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റുകൾക്കായിട്ട് നമുക്ക് പുറപ്പെടുവിച്ച ഒരു സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്നത് പറയുന്നത് മൊത്തം കാർബൺ ക്രെഡിറ്റിൻ്റെ 255 ദശലക്ഷമാണ്. അപ്പോൾ 255 മില്യൺസ് ആണ് ഈ ഒരു കാർബൺ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു കാർബൺ ക്രെഡിറ്റ് നമുക്ക് 255 മില്യൺസ് ആണ്. ഇത് ഏകദേശം $2.55 മില്യൺ ആയിട്ട് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ഒരു ആൻറ്റിസിപ്പേഷനാണ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുക്തിപരമായിട്ട് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാർബൺ വിപണിയിൽ നിന്നും ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാനുണ്ട്. അപ്പോൾ ഈ ഒരു കാർബൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് നേടാനുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ ഈ പാരീസ് അഗ്രിമെൻറ്റ് അത് നമ്മൾ അംഗീകരിച്ചതോടെ കൂടിയിട്ട് ആ ഒരു ഗെയിം ചേഞ്ചായി. കാരണം അതിൻ്റെ ആ ഒരു കളികളൊക്കെ മാറി. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടെ സെൻസിറ്റീവ് ഇഷ്യൂ എന്നാണ് നമ്മൾ കാർബൺ മാർക്കറ്റിംഗ് എന്നാണ് സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് കൺട്രീസ് ആയ രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, ബ്രസീലൊക്കെ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 1703 പ്രോജക്റ്റുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് വേൾഡിലെ തന്നെ
സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ഒരു പ്രോജക്റ്റ് രജിസ്ട്രേഷനാണ്. അപ്പോൾ ടോട്ടൽ കാർബൺ ഇതെന്ന് പറയുന്നത് ടോട്ടൽ കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്നറിയപ്പെടുന്ന ടോട്ടൽ കാർബൺ ക്രെഡിറ്റിൻ്റെ ആ പ്രോജക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള അറൗണ്ട് 255 മില്യൺ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് $2.55 മില്യൺ നമ്മൾ പ്രതീക്ഷിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ലോജിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു കാർബൺ ക്രെഡിറ്റിലൂടെ ഇന്ത്യ ഒരുപാട് നേട്ടം നേടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരുപാട് നേട്ടം നേടാനുണ്ട്. പക്ഷേ നമ്മൾ പാരീസ് അഗ്രിമെൻറ്റിലൂടെ നമ്മൾ ഈ ഒരു റാറ്റിഫിക്കേഷൻ നടത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗെയിം ചേഞ്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ഒരു മാറ്റം, ഒരു കളി തന്നെ മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പോലെയല്ല ശരിക്കും ഒരു വ്യത്യസ്തപരമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ചെങ്കിൽ വികസ്വര രാജ്യങ്ങൾ പോലും നമ്മളിപ്പോൾ മിറ്റിഗേഷൻ ടാർഗറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതിലൂടെ ഉള്ളൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ വികസ്വര രാജ്യങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മളെ ലാഭകരമായിട്ട് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോക്ക് പകരമായിട്ട് ക്രെഡിറ്റുകൾ വിൽക്കുകയോ അല്ലെങ്കിൽ സ്വന്തം മിറ്റിഗേഷൻ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നു എന്നുള്ളൊരു പ്രതിസന്ധി, അതൊരു കൺഫ്യൂഷനിലേക്ക് നമുക്ക് ഇടയാക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ രാജ്യങ്ങൾ മിറ്റിഗേഷൻ സ്ട്രാറ്റജി ലക്ഷ്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഡെസിഷൻ. ക്യോട്ടോ പ്രോട്ടോക്കോളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡെസിഷനാണ്. വികസന രാജ്യങ്ങൾ പോലും മിറ്റിഗേഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി നമുക്ക് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ വികസന രാജ്യങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ലാഭകരമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോയ്ക്ക് പകരമായിട്ട് നമ്മളൊരു ക്രെഡിറ്റ് വിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം മിറ്റിഗേഷൻ ടാർഗറ്റിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ, നമുക്ക് പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുക വരികയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിൾ 6 ഒരു സെൻസിറ്റീവ് പ്രോബ്ലം ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സെൻസിറ്റീവ് പ്രോബ്ലം ആക്കി മാറ്റിയത്? ഇത് നമ്മളെ താല്പര്യങ്ങളും പ്രതീക്ഷകളും ശ്രദ്ധാപൂർവ്വം ബാലൻസിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 16 ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ കൺട്രീസും അതിൻ്റെ പ്രതീക്ഷകളും ശ്രദ്ധാപൂർവമായിട്ട് തന്നെ പ്രതീക്ഷകളും താല്പര്യങ്ങളും നമ്മൾ ഒരു ബാലൻസിങ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ദിസ് ഹാഡ് മെയ്ഡ് ആർട്ടിക്കിൾ 6 ഹൈലി സെൻസിറ്റീവ് ഇഷ്യൂ that require a careful balancing of the interests and expectations. ഇനി അടുത്തത് വാട്ട് ഷുഡ് ബി ഡിബേറ്റഡ്, എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അപ്പം വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് NDCക്ക് കീഴിൽ ഒരു മിറ്റിഗേഷൻ ടാർഗറ്റ് കൈവരിക്കുന്നതിനുള്ള ഒരു ഉപാധിയേക്കാൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ന്യൂ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു NDCക്ക് കീഴിലുള്ള മിറ്റിഗേഷൻ ടാർഗറ്റ് കൈവരിക്കുന്നതിലുപരി അതിനേക്കാളും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇത് തന്നെ നമ്മളെ സുസ്ഥിര വികസനത്തിന്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ വികസ്വര രാജ്യങ്ങളിലെ ക്ലൈമറ്റ് ചേഞ്ചിന് അഡാപ്റ്റേഷനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അഡാപ്റ്റേഷനെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടറുകളിലുള്ള ഒരു പങ്കാളിത്തം ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ലോ കാർബൺ ഡെവലപ്മെൻറ്റ് വേണ്ടി പിന്തുണക്കുന്നതിന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി, ന്യൂ മാർക്കറ്റ് മെക്കാനിസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ വികസ്വര രാജ്യങ്ങളെ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷനെ സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ഒരു പങ്കാളിത്തം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലോ കാർബൺ ഡെവലപ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇത് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ NDCയുടെ അല്ലെങ്കിൽ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ്റെ ആ ഒരു ടാർഗറ്റുകൾ കൈവരിക്കുന്നതിന് മാർക്കറ്റ് മെക്കാനിസം ഉപയോഗിക്കുന്നതിന് ടാർഗറ്റ് ആ ഒരു മാർക്കറ്റ് മെക്കാനിസം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് 50% അധികം രാജ്യങ്ങൾ തന്നെ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡൊമസ്റ്റിക് മിറ്റിഗേഷൻ ടാർഗറ്റ് ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ. ഇന്ത്യ
ഈ ഒരു 50% എബോ ആ രാജ്യങ്ങൾ എന്ത് ചെയ്തു, ഒരു ന്യൂ മാർക്കറ്റ് മെക്കാനിസം ഉപയോഗിച്ചിട്ടുള്ള NDC ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സന്നദ്ധ അറിയിക്കുമ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഡൊമസ്റ്റിക് മിറ്റിഗേഷൻ ടാർഗറ്റ് ലക്ഷ്യമിടുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് വികസിത രാജ്യങ്ങളാണ് അവരുടെ ഈ കാലാവസ്ഥ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് മെക്കാനിസത്തെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഇപ്പോൾ വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് മെക്കാനിസത്തെ കൂടുതലായി ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം താരതമ്യേന ചിലവ് കുറഞ്ഞുള്ള ഒരു ഓപ്ഷനാണല്ലോ ഇത്. അപ്പോൾ വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ ഈ മാർക്കറ്റ് മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആർട്ടിക്കിൾ 6-ലാണ്. ആർട്ടിക്കിൾ 6-ലെ നിർണായകമായിട്ടുള്ള 3 വിഷയങ്ങളുണ്ട്. ഒന്ന് CDM ട്രാൻസിഷൻ, സെക്കൻഡ് വൺ അക്കൗണ്ടിങ് റൂൾസ്, ആൻഡ് തേർഡ് വൺ ഷെയർ ഓഫ് പ്രൊസീഡ് ടു ദ അഡാപ്റ്റേഷൻ ഫണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ചർച്ച ചെയ്തിട്ട് വരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് CDM ട്രാൻസിഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ട്രാൻസിഷൻ എന്ന് പറയുന്ന ആ ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ CDM പ്രോജക്റ്റുകൾ വഴി ഒരു നല്ലൊരു പരിശ്രമത്തിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, നല്ല ഒരു പരിശ്രമത്തിലൂടെ തന്നെ CDM പ്രോജക്റ്റുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റുകളൊക്കെ തന്നെ UNFCCയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 6-ൻ്റെ ആ ഒരു സംവിധാനം നമ്മൾ മുൻ തീരുമാനങ്ങളെ മാനിക്കുകയും പിന്നെ പ്രോജക്റ്റുകളെയും ക്രെഡിറ്റുകളെയും സുഗമമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റുകളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ ഈ ഒരു ഹോണർ, ഈ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുകളുടെയൊക്കെ ക്രെഡിറ്റ് ഉറപ്പാക്കാൻ മാത്രമല്ല UNFCC ഡിസിഷൻ എടുക്കേണ്ടത്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു വിശ്വാസം കൂടി പ്രചോദിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ അവരുടെ ഇൻവെസ്റ്റേഴ്സിലും കൂടുതൽ UNFCC കൂടുതൽ വിശ്വാസം പ്രചോദിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു CDM ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, CDM ട്രാൻസിഷൻ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഉചിതമായിട്ടുള്ള പരിശ്രമത്തിലൂടെ കടന്നുപോയ ഒരു സംഭവമാണ്. UNFCCയുടെ ക്രെഡിറ്റൊക്കെ അനുസരിച്ച് തന്നെയാണ് ഇത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 6 എന്ന് പറയുന്ന ഒരു അതിൻ്റെ പ്രോസസ്സിനെ അത് മാന്യമായ രീതിയിൽ തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ പ്രോജക്റ്റുകളുടെയും ക്രെഡിറ്റുകളുടെയും ഒക്കെ ട്രാൻസിഷൻ നല്ല രീതിയിൽ തന്നെ അനുവദിച്ചും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റുകളിലൊക്കെ കാര്യക്ഷമത ഉറപ്പാക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും UNFCCയുടെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വിശ്വാസം പ്രചോദിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ചില രാജ്യങ്ങൾ ഈ ചില രാജ്യങ്ങൾ പാരിസ്ഥിതിക സമഗ്രതയെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സം കൺട്രീസ് ഹാവ് കാസ്റ്റ് എ ഡൗട്ട് ഓൺ ദ എൻവിറോൺമെൻറ്റ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദിസ് ക്രെഡിറ്റ്. അപ്പോൾ ഈ ക്രെഡിറ്റിൻ്റെ മേലിൽ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാരിസ്ഥിതിക സമഗ്രതയെക്കുറിച്ചിട്ട് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എൻവിറോൺമെൻറ്റ് ഇൻറ്റഗ്രിറ്റിയെ കുറിച്ചിട്ട് ഈ ഒരു ക്രെഡിറ്റിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങൾ.
അപ്പോൾ പ്രോജക്റ്റിൻ്റെ ഒരു ട്രാൻസിഷൻ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടെ ക്രെഡിറ്റ് ട്രാൻസിഷൻ്റെ കാര്യത്തിൽ അത്ര എങ്ങനെയല്ല. ഒരു പ്രോജക്റ്റിൻ്റെ ട്രാൻസിഷൻ സുഗമമായി നടക്കുന്നുണ്ടെങ്കിൽ കൂടെ ക്രെഡിറ്റ് ട്രാൻസിഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഡൗട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ CDMൻ്റെ ഒരു മാറ്റം അല്ലെങ്കിൽ CDM ട്രാൻസിഷൻ സംബന്ധിച്ച ഒരു തീരുമാനം അനുകൂലമല്ലെങ്കിൽ ഇന്ത്യക്ക് പോലും കോടിക്കണക്കിന് വരുമാന നഷ്ടത്തിന് ഇടയാക്കും. അപ്പോൾ ഈ CDM ട്രാൻസിഷൻ്റെ ഒരു നല്ല തീരുമാനം അനുകൂലമല്ലെങ്കിൽ, ആ തീരുമാനങ്ങളൊന്നും അനുകൂലമല്ലെങ്കിൽ അത് ഇന്ത്യക്ക് പോലും കോടിക്കണക്കിന് വരുമാന നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പാരീസ് ഉടമ്പടിയുടെ കീഴിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു പുതിയ മേൽനോട്ട സമിതിക്ക് അത്തരം ക്രെഡിറ്റുകളുടെ വാലിഡിറ്റി, സാധുത, പിന്നെ അതിൻ്റെ കാഠിന്യം, റൈഗർ അതൊക്കെ പുനഃപരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ലാൻഡിംഗ് സോണായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക സമഗ്രതയെക്കുറിച്ചിട്ടുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒന്നാണെങ്കിലും ക്രെഡിറ്റ് ട്രാൻസിഷൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ CDM ട്രാൻസിഷൻ്റെ ഒരു മാറ്റം സംബന്ധിച്ച് ഒരു നല്ല തീരുമാനം വരുന്നില്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു കോടിക്കണക്കിന് രൂപ വരുമാന നഷ്ടങ്ങൾ ഇടയാക്കും എന്ന് പറയുന്നത്. അപ്പോൾ പാരീസ് ഉടമ്പടിയുടെ കീഴിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു പുതിയ മേൽനോട്ട സമിതി അത്തരം തരത്തിലുള്ള ക്രെഡിറ്റുകളുടെ വാലിഡിറ്റിയും പിന്നെ അതിൻ്റെ കാഠിന്യവും ഒക്കെ പുനഃപരിശോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ലാൻഡിംഗ് സോണായിട്ട് കണക്കാക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 6.4 മെക്കാനിസം, അത് സുസ്ഥിര വികസനത്തിനായിട്ട് മിറ്റിഗേഷൻ ആക്ടിവിറ്റീസുകൾ ഏറ്റെടുക്കാൻ സ്വകാര്യ പൊതുമേഖലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന എന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 6.4 എന്താണ് പറയുന്നത്? ആ ഒരു 6.4 മെക്കാനിസത്തിൽ സുസ്ഥിര വികസനത്തിനായിട്ട് മിറ്റിഗേഷൻ ആക്ടിവിറ്റീസുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ പൊതുമേഖലകളുടെ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ 6 പറയുന്നത്. ഈ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു രാജ്യത്തിന് അപ്പോൾ ഈ ഒരു 6.4ൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന് ആതിഥേയ രാജ്യത്തെ അല്ലെങ്കിൽ ഹോസ്റ്റ് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മിറ്റിഗേഷൻ ആക്ടിവിറ്റീസ് വാങ്ങാനും അതിൻ്റെ NDC ടാർഗറ്റ് നിറവേറ്റാൻ അത് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ ആർട്ടിക്കിൾ 6.4ൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന് ഒരു ഹോസ്റ്റ് കൺട്രീസിൻ്റെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മിറ്റിഗേഷൻ ആക്ടിവിറ്റീസ് വാങ്ങാനും അതിൻ്റെ NDC ടാർഗറ്റ് നിറവേറ്റാൻ അത് ഉപയോഗിക്കാനും കഴിയും. എന്നിരുന്നാലും ഒരു ആതിഥേയ രാജ്യത്തിന്, ഒരു ഹോസ്റ്റ് കൺട്രിക്ക് നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ എമിഷൻ റിഡക്ഷൻ അതിൻ്റെ NDC ടാർഗറ്റുകൾക്കെതിരെ ക്രമീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ഒരു ആതിഥേയ രാജ്യത്തിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന എമിഷൻ റിഡക്ഷൻ അതിൻ്റെ NDC ടാർഗറ്റുകൾക്കെതിരെ ക്രമീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടെ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡക്ഷൻ ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ആംബിഷൻ്റെയും സ്വകാര്യ പൊതുമേഖല സ്ഥാപനങ്ങളുടെയും അധിക ശ്രമം, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ പിന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് ആംബിഷൻ അതൊക്കെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അധിക ശ്രമം, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അധിക ശ്രമം നമ്മൾ ഈ ഒരു കുറവ് നികത്തുന്നുണ്ട്. അതൊരു നല്ല ഈ ഫോട്ടോ ആണ്, അതൊരു കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഈ ഫോട്ടോ ആണ്, ഒരു അഭിനന്ദന അർഹിക്കുന്ന ഈ ഫോട്ടോ ആണ്. അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ 6.5 പാരീസ് അഗ്രിമെൻറ്റിൽ ആർട്ടിക്കിൾ 6.5 അനുസരിച്ചിട്ട് NDCക്ക് നാഷണൽ ഡിറ്റർമിൻ കോൺട്രിബ്യൂഷന് പുറത്തുള്ള പ്രോജക്റ്റുകൾ ഹോസ്റ്റ് കൺട്രീസ് അനുയോജ്യമായ ക്രമീകരണം ഏറ്റെടുക്കേണ്ടതില്ല. അപ്പം ഇതിൽ തന്നെ നമുക്ക് അനദർ ഒരു മാറ്റർ വരുന്നത് നോക്കാം. ആർട്ടിക്കിൾ 6.5 ആണ്. അത് പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 6.5 അനുസരിച്ചിട്ട് നാഷണൽ ഡിറ്റർമിൻ കോൺട്രിബ്യൂഷന് പുറത്തുള്ള പ്രോജക്റ്റുകൾ ഹോസ്റ്റ് കൺട്രീസ് എന്ത് ചെയ്യേണ്ട, അനുയോജ്യമായ ക്രമീകരണത്തിൽ ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ള. അപ്പോൾ ഒരു NDCക്ക് പുറത്തുള്ള പ്രോജക്റ്റുകൾ ഹോസ്റ്റ് കൺട്രീസ് അനുയോജ്യമായ ക്രമീകരണം ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഒരു വികസ്വര രാജ്യം എന്ന നിലയിൽ, ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലയിൽ ഇന്ത്യയുടെ എക്കോണമി
ഒരു വൈഡ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ് കൊണ്ട് വരേണ്ടതില്ല. കാരണം ഇന്ത്യയുടെ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ ഈ ഒരു വികസ്വര രാജ്യം എന്ന നിലയിൽ ഇന്ത്യയുടെ എക്കോണമിക്ക് വൈഡ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ് കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് എല്ലാ NDCയുടെ മുഖവിലയിൽ വരുന്നില്ല എന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മൾക്കറിയാം ഈ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ വികസ്വര രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് എക്കോണമിക്ക് വൈഡ് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റിൽ കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? മിറ്റിഗേഷൻ എന്നത് പറയുന്നത് എല്ലാം NDCയുടെ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ മുഖവിലയിൽ വരുന്നില്ല എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 6.4 അടിസ്ഥാനത്തിൽ നിന്നും നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷനിലൂടെ പുറമേ നിന്ന് തന്നെ നമുക്ക് എമിഷൻ റിഡക്ഷൻ വിറ്റുകൊണ്ട് മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ ഇന്ത്യക്ക് നേട്ടങ്ങൾ കൈവരിക്കാം. പക്ഷേ ഇതിൽ നിന്നും എതിർ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. വികസിത രാജ്യങ്ങൾ ഇതിൽ എതിർ അഭിപ്രായമാണ് പറയുന്നത്. അവർ പറയുന്നത് ആർട്ടിക്കിൾ 6.4 അടിസ്ഥാനം അവരുടെ ആംബിഷ്യസ് ടാർഗറ്റ് ലെവൽ എത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്നു എന്നും അവരുടെ ആ ഒരു നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ്റെ കമ്മിറ്റ്മെൻറ്റിൽ വിള്ളൽ വീഴ്ത്തുന്നു എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ അഭിപ്രായം. പക്ഷേ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ 6.4 അടിസ്ഥാനത്തിൽ നമുക്ക് NDCയുടെ പുറമേ നിന്നും തന്നെ എമിഷൻ റിഡക്ഷൻ വിറ്റുകൊണ്ട് മാർക്കറ്റ് മെക്കാനിസത്തിലൂടെ ഇന്ത്യക്ക് നേട്ടങ്ങൾ കൈവരിക്കാം. പക്ഷേ അവർ എതിർ ആളുകളുണ്ട്. ഒരു കോൺട്രറായിട്ട് ഡെവലപ്ഡ് കൺട്രീസ് വരുന്നുണ്ട്. ഒരു കൗണ്ടറായിട്ട് വരുന്നത് ഡെവലപ്ഡ് കൺട്രീസാണ്. അവരുടെ വികസിത രാജ്യങ്ങൾ 6.4 അടിസ്ഥാനത്തിൽ അവരുടെ ആംബിഷ്യസ് ലെവൽ എത്തുന്നതിന് തടസ്സപ്പെടുത്തുന്നു എന്നും പിന്നെ അവരുടെ ആ ഒരു നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ കമ്മിറ്റ്മെൻറ്റ് വിള്ളൽ വീഴ്ത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സമർത്ഥമായിട്ടൊരു കണക്കുകൂട്ടലുകളിൽ ഒരു ഡബിൾ അക്കൗണ്ടിങ് എമിഷൻ റിഡക്ഷൻ എന്ന് എന്നുള്ളത് ഇല്ല. ഒരു ഡബിൾ അക്കൗണ്ടിങ് എമിഷൻ റിഡക്ഷൻ ഇല്ല എന്നാണ് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ റോബസ്റ്റ് അക്കൗണ്ടിങ് വിൽ എൻഷുർ ദാറ്റ് ദർ വിൽ നോ ഡൗട്ടിങ് കൗണ്ടിങ് ഓഫ് എമിഷൻ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്ന് പറയുന്നത് ഷെയർ ഓഫ് പ്രൊസീഡിങ് എന്നാണ്. ഷെയർ ഓഫ് പ്രൊസീഡിങ് എന്ന് പറയുമ്പോൾ ഷെയർ ഓഫ് പ്രൊസീഡ് അഡാപ്റ്റേഷൻ ഫണ്ടിലൂടെ ഉള്ള വരുമാനത്തിൻ്റെ വിഹിതം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വികസിത രാജ്യങ്ങൾ അഡാപ്റ്റേഷൻ ഒരു ആവശ്യമാണ്. വികസ്വര രാജ്യങ്ങൾക്കും അതാണ് വികസ്വര രാജ്യങ്ങൾക്ക് അഡാപ്റ്റേഷൻ ഒരു ആവശ്യമാണ്. എന്നിരുന്നാലും മിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ധനസഹായം എന്ന രീതിയിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഇതൊരു അണ്ടർ ഫണ്ടായിട്ടാണ് തുടരുന്നത്. അപ്പോൾ നമ്മൾ വികസ്വര രാജ്യങ്ങൾക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു അണ്ടർ ഫണ്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇത് മിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതൊരു അണ്ടർ ഫണ്ടായിട്ടാണ് തുടർന്നു പോകുന്നത്. അപ്പോൾ വികസ്വര രാജ്യങ്ങൾ SOP ആർട്ടിക്കിൾ 6 രാജ്യങ്ങൾ SOP ആർട്ടിക്കിൾ 6.2, 6.4 എന്നിവയെ ഏകീകൃതമായി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വികസ്വര രാജ്യങ്ങൾ SOP ആർട്ടിക്കിൾ 6.2, 6.4 എന്നിവയുമായിട്ട് ഏകീകൃതമായി പ്രയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ വികസിത രാജ്യങ്ങൾ അതിൻ്റെ അപേക്ഷ ആർട്ടിക്കിൾ 6.4 മാത്രമായി പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത് ആർട്ടിക്കിൾ 6.4 മാത്രമായി കഴിഞ്ഞാൽ, ആ മെക്കാനിസം ആയിക്കഴിഞ്ഞാൽ അതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയായിരിക്കും. അപ്പോൾ വികസിത രാജ്യങ്ങൾ അനുകൂലിക്കുന്ന ഒരു ആർട്ടിക്കിൾ 6.4 പകരം ഒരു സഹകരണ സമീപനങ്ങളിലേക്കുള്ള ഒരു സഹകരണം ഒരു പരിമിതപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ 6.2 അടിസ്ഥാനത്തിൽ സഹകരണ സമീപനങ്ങളിലേക്ക് ഉള്ള ഒരു സ്വമേധേയമായിട്ടുള്ള ഒരു സഹകരണ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് വുഡ് ബി ഇൻസെൻറ്റിവൈസ് ദ ആർട്ടിക്കിൾ 6.4 മെക്കാനിസം ആൻഡ് ലിമിറ്റ് വോളണ്ടറി കോപ്പറേഷൻ ടു ദ cooperative approaches under the Article 6.2 and favorable by developed countries. അപ്പോൾ ഒരു വിധത്തിൽ കാർബൺ മാർക്കറ്റുകൾ വികസിത രാജ്യങ്ങളെ ഹരിത ഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പുറന്തള്ളുന്നതിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്.
അത് തുടരാൻ അനുവദിക്കുന്നുണ്ട് ഒരു വിധത്തിൽ കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം വികസന രാജ്യങ്ങളെ ഡെവലപ്പിംഗ് കൺട്രീസ് അവരുടെ കാർബൺ ക്രെഡിറ്റുകളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ രണ്ടുണ്ട് കാര്യം. ഒന്ന്, ഒരു വിധത്തിൽ കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്നത് വികസന രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളെ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിനെ അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ നിന്ന് പുറന്തള്ളുന്നത് തുടരാൻ അനുവദിക്കുന്നുണ്ട്. അതേസമയം തന്നെ വികസന രാജ്യങ്ങൾക്ക് അവരുടെ കാർബൺ ക്രെഡിറ്റ് വിറ്റിട്ട് വരുമാനം പ്രയോജനപ്പെടുത്താനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഈക്വാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 6 ഒരു ചർച്ചകളിൽ കേന്ദ്രീകൃതമായിട്ട് കാർബണിൻ്റെയും വികസന തലത്തിൻ്റെ ഒരു തുല്യ പങ്കിടലാണ് അവിടെ നടക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 6 എന്താണ് പറയുന്നത്? ചർച്ചകളിൽ ഒരു കേന്ദ്രം കാർബണിൻ്റെയും വികസനത്തിൻ്റെയും ഒരു തുല്യ പങ്കാളിത്തമാണ് അവിടെ ആർട്ടിക്കിൾ 6 പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ ആഗോള കാർബൺ സ്ഥലത്തിന് ഗ്ലോബൽ കാർബൺ പ്ലേസിൻ്റെ ഒരു ന്യായമായ വിഹിതം ലഭിക്കണമെന്നാണ് കാലാവസ്ഥ നീതി പറയുന്നത്, ക്ലൈമറ്റ് ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ ഒരു ഗ്ലോബൽ കാർബൺ പ്ലേസിൻ്റെ ഒരു ന്യായമായ വിഹിതം ലഭ്യമാക്കണമെന്ന് ക്ലൈമറ്റ് ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വികസ്വര രാജ്യങ്ങൾ കൂടുതൽ ലഘൂകരണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ തന്നെ UNFCCയിൽ നിന്നുള്ള പ്രതിപാദിച്ചിരിക്കുന്ന തത്വങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സുഗമമായ ഒരു കാർബൺ മാർക്കറ്റ് സംവിധാനം കുറഞ്ഞ കാർബൺ വികസനത്തിൽ അല്ലെങ്കിൽ ലോ കാർബൺ ലോ കാർബൺ ഡെവലപ്മെൻറ്റിലേക്കുള്ള അവരുടെ ഒരു പരിവർത്തനത്തെ അല്ലെങ്കിൽ ചേഞ്ചസിനെ വളരെയധികം സഹായിക്കുകയും വിജയം പരിഹാരമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ urged to take a greater mitigation responsibility, a facilitation of carbon market mechanism that respect to the principle enshrined the UNFCCC that would be greatly help and accelerate their transition to lower development and also it would be win-win solution for all countries എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഈ ഒരു ദ ഹിന്ദുവിലെ ഇത് നല്ലൊരു എഡിറ്റോറിയലാണ്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അടുത്ത ഗ്ലാസ്ഗോ കോൺഫറൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.